അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് മിനി പെറ്റൂണിയ അല്ലെങ്കിൽ മില്യൺ ബെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള കുഞ്ഞു പൂക്കളെ കുറിച്ചിട്ട് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വളരെ കുഞ്ഞു വീഡിയോ ആണ്. നമ്മുടെ നാടൻ പെറ്റൂണിയോടൊക്കെ സിമിലർ ആയിട്ടുള്ള പൂക്കളാണ് ഇതിനുള്ളത്. വളരെ കുഞ്ഞു പൂക്കളാണ്. നാടൻ പെറ്റൂണിയൊക്കെ കുറച്ചുകൂടി വലിയ പൂക്കളായിരിക്കും, പക്ഷേ ഇതിനെ സംബന്ധിച്ച് വളരെ കുഞ്ഞു പൂക്കളാണ്. അപ്പോൾ ഇത് ഞാൻ നഴ്സറിയിൽ നമ്മൾ ഹൈബ്രിഡ് പെറ്റൂണിയാസ് മേടിക്കേണ്ട കൂട്ടത്തിൽ മേടിച്ച രണ്ട് ചെടികളാണ്. ഈ രണ്ട് വെറൈറ്റീസേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു വൈറ്റും ഇതുപോലത്തെ ഒരു വയലറ്റ് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഷെയ്ഡ്, ഒരു ബ്ലൂ ഷെയ്ഡായിട്ടുള്ള ഒരു ചെടി കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഇതുവരെ ഞാനിത് നോക്കിയിട്ടുമില്ല, ഇതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ വെക്കാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാനതങ്ങനെ മേടിച്ചു വന്നു. അപ്പോൾ എൻ്റെ വിചാരം എന്താ വെച്ചാൽ ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും നോക്കാൻ, തീരെ പിടിച്ചിട്ടില്ല. നമ്മുടെ ഹൈബ്രിഡൊക്കെ പിടിച്ച് രണ്ടാഴ്ചനുള്ളിൽ പോണ പോലെ ഇതും അങ്ങോട്ട് പോകുന്നുള്ള ഒരു പ്രതീക്ഷയിലൊക്കെ ആണ് ഞാനിത് നട്ടത്. നടുമ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ കൂടി എടുത്തു, നന്നാവുക കാണിച്ചാൽ നിങ്ങൾക്കും കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം വളരെ എളുപ്പത്തിൽ നോക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. പെട്ടെന്ന് തന്നെ 1-2 ആഴ്ചയിലുള്ളിൽ തന്നെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കൊടുക്കുന്ന പോട്ടിംഗ് മിക്സ്, പിന്നെ പ്രത്യേകിച്ച് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടില്ല, നല്ല കൂർത്ത ഇലകളാണ്. പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ചെടിയാണ്. ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ വെക്കുക. ഇനി എല്ലാ വെച്ചാലും നമുക്ക് ജസ്റ്റ് ഗ്രൗണ്ട് കവറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത നിറച്ചും പൂക്കളുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഈ ഒരു കുഞ്ഞി ഈ കവറിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഇത് വെച്ചിട്ട് ഇഷ്ടംപോലെ പൂക്കൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനെക്കൊണ്ട് തന്നെയാണ് അതിന് മില്യൺ ബെൽസ് എന്ന് പേര് വരാൻ കാരണം. പിന്നെ നമ്മുടെ പെറ്റൂണിയയുടെ ജസ്റ്റ് ഒരു മിനി വേർഷൻ, അതിനെക്കൊണ്ടാണ് ആ ഒരു മിനി പെറ്റൂണിയ എന്നുള്ളൊരു പേര് തന്നെ വന്നിട്ടുള്ളത്. മെയിനായിട്ട് നമ്മൾ ഈ മഴയത്ത് മാറ്റണം, അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നല്ല മഴക്കാലമാണല്ലോ. അപ്പോൾ മഴക്കാലത്ത് നമുക്ക് ഈ ചെടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്തായാലും ഇത് മഴയിൽ നിന്ന് മാറ്റി വെക്കണം. എന്നാൽ നല്ല അത്യാവശ്യം വെളിച്ചമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ വെക്കുക. ഇഷ്ടം പോലെ പൂക്കൾ തരും. എന്ന് വെച്ചാൽ അത് ഉണ്ടാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ ബട്ടർ ഡേസിയൊക്കെ പോലെയല്ലേ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ഇതിൽ തന്നെ ഇഷ്ടം പോലെ പൂക്കൾ. അപ്പോൾ അതിൻ്റെ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മേൽമണ്ണ് എടുത്തിട്ടുണ്ട്, കുറച്ച് മണലും എടുത്തിട്ടുണ്ട്, കുറച്ച് ചാണപ്പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് എൻ്റെ പ്രൊപ്പോർഷൻ. അതായത് ചാണപ്പൊടി ഒരു 2 പിടി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മെയിനായിട്ട് എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല ഡ്രെയിനേജ് ഉള്ള മണ്ണായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ നഴ്സറിയിലത്തെ മണ്ണ് നല്ല മണ്ണായിരുന്നു കേട്ടോ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഹൈബ്രിഡ് പെറ്റൂണിയ വാങ്ങിയപ്പോഴും നല്ല മണ്ണ് തന്നെയാണ് കിട്ടിയത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ. അത് വല്ലാതെ കളിമണ്ണ് പോലത്തെ മണ്ണല്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ അടിഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തു. അപ്പോൾ ആ വേര് ജസ്റ്റ് പെട്ടെന്ന് തന്നെ അതിന് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹൈബ്രിഡ് പോലെ അത്ര അങ്ങോട്ട് സെൻസിറ്റീവ് അല്ല. സെൻസിറ്റീവ് ആണ്, പക്ഷേ എന്നാലും അത്ര അങ്ങോട്ട് കെയർ കൊടുക്കണ്ട. വളരെ ഈസിയാണ് കെയർ ചെയ്യാൻ ആർക്ക് വേണമെങ്കിലും. അതായത് ബിഗിനേഴ്സിനൊക്കെ വേഗം നന്നായിട്ട് പൂക്കൾ വേണം ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ ഒരുപാട് ഇതിന് പല കളേഴ്സും ഉണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ എനിക്ക് ഈ 2 കളറേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർ ശരിക്കും നന്നായിട്ട് ഈസി ആയിട്ട്, നമ്മളെ നാടൻ പെറ്റൂണിയനെക്കാട്ടി കുറച്ചുകൂടി ഈസിയാണെന്നാണ് തോന്നുന്നത് ഇത് പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഇതാക്കി ഒന്ന് ഫില്ല് ചെയ്ത് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്തു. പിന്നെ നനേൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, ഒറ്റ തവണ നിങ്ങൾ നനയ്ക്കുക. നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം വീണ്ടും വെള്ളം കൊടുക്കുക. ഇത് കുറച്ച് വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നത് വെച്ചാൽ, ഞാനിത് ഏറ്റവും മേലെയാണ് നമ്മളെ അടീനിയമൊക്കെ വെച്ച ഒരു സ്ഥലത്ത് തന്നെയാണ് ഇത് വെച്ചത്. അത് നല്ല വെളിച്ചമൊക്കെ കിട്ടുന്ന ഒരു ഏരിയ തന്നെ. ഞാൻ 2-3 ദിവസം കൂടുമ്പോഴേ പോയി നോക്കാറുള്ളൂ എന്താണ് സ്ഥിതി എന്നുള്ളത്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടും വെള്ളം കൊടുത്തില്ല വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ഈ വൈറ്റും കൂടി അങ്ങനെ ചെയ്തു. കണ്ടോ, കുറച്ച് സെൻസിറ്റീവ് അല്ല, പക്ഷേ വേരിന് കുറച്ചുകൂടി മറ്റേത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ശക്തിയുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. മറ്റത് ഭയങ്കര നൈസാണ്, ഇത് കുറച്ചുകൂടി ഇതാണ്. അപ്പോൾ ഇതൊരു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പം ഒരു 5 ഡേയ്സ് ആയിട്ടുണ്ട് ഉള്ളൊരു സ്റ്റേജാണ്. ഇതിൽ ഫുൾ പൂക്കളൊക്കെ പോയിട്ട്. അപ്പോൾ ഞാൻ ആകെ പേടിച്ചു, അയ്യോ ഇത് പൂക്കളൊക്കെ പോയത് നശിച്ചു പോവോ, അങ്ങനെയൊക്കെ ആയി. എനിക്ക് പിന്നെ ടെൻഷനായി. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. അത് ജസ്റ്റ് അതൊന്ന് ആ ഒരു മണ്ണൊക്കെ ആയിട്ടൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം എടുത്തതാണ് മൂപ്പരാൾ. പക്ഷെ അതിന് ശേഷം ഇഷ്ടം പോലെ പൂക്കൾ വരാൻ തുടങ്ങി. ഇത് കണ്ടോ, ഇത് സെയിം ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഞാൻ ആ ഒരു കറക്റ്റ് അപ്ഡേഷൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവണം. അപ്പോൾ അടിയത്തെ മണ്ണ് ഉടച്ച് വിചാരിച്ചിട്ട് ഈ ചെടിക്ക് വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ കിട്ടുന്ന മണ്ണും അല്ലെങ്കിൽ കിട്ടുന്ന ചെടിക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഞാനിതിപ്പോൾ മണ്ണ് ഉടച്ച് വിചാരിച്ചിട്ട് നിങ്ങളിത് ചെയ്യാം. അങ്ങനെ മണ്ണ് ഉടയ്ക്കരുത്. നമ്മുടെ മണ്ണ് എങ്ങനെയാണോ നമുക്ക് കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. വല്ലാത്ത കളിമണ്ണാണെങ്കിൽ ശരിക്കും ഇത് എക്സിസ്റ്റ് ചെയ്യില്ല, വേഗം തന്നെ കേടായിപ്പോവും. പക്ഷേ കുറച്ചൊന്ന് ആ പൊടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വേരിനൊന്ന് പെട്ടെന്ന് ഇറങ്ങി വരാനുള്ളൊരു ഇത് കണ്ടോ. ഇപ്പോൾ ഈ ഒരു ചെടിയിൽ തന്നെ ഇഷ്ടംപോലെ പൂക്കളുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ ഒരു വലിയൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ എപ്പോഴും പ്രൂൺ ചെയ്യേണ്ട കാര്യമില്ല. സെൽഫ് ക്ലീനിങ് പ്രോസസ്സാണ്. നമ്മൾ ബട്ടർ ഡേസിനോടൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒറ്റയ്ക്ക് തന്നെ അത് അവർ ക്ലീൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രൂണിങ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സൊക്കെ എടുത്ത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സക്സസ് ആകുകയെന്ന് വെച്ചാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. വളരെ കുഞ്ഞു വീഡിയോ ആയി പോയി, എന്നാലും കുഴപ്പമില്ല. പൂക്കൾ എല്ലാവർക്കും, എൻ്റെ ചാനലിലുള്ള എല്ലാവർക്കും പൂക്കൾ വളരെയധികം ഇഷ്ടമാണ്. അടുത്തടുത്ത ദിവസം ഇങ്ങനെ നന്നായിട്ട് പൂക്കൾ വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ.
നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെ നല്ല വെള്ളം കാര്യങ്ങളും അതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.